ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ചരിത്രപരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. മുൻപ് സർക്കാർ നിയന്ത്രിത സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കുത്തകയായിരുന്ന ഉപഗ്രഹ സേവനങ്ങൾ, പ്രത്യേകിച്ച് ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഇപ്പോൾ സ്വകാര്യ കമ്പനിയുടെ കടന്നുവരവോടെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ആനന്ദ് ടെക്നോളജീസ് ആണ്. തദ്ദേശീയമായ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് രാജ്യമെമ്പാടും ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കാൻ ഒരുങ്ങുന്ന ഈ കമ്പനി ആഗോള ഭീമന്മാർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പ്രാപ്തമാണെന്ന് തെളിയിക്കുകയാണ്. ഇന്ത്യൻ ബഹിരാകാശ നയം സമീപകാലത്ത് വലിയ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ബഹിരാകാശ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഇതിന് നിർണായക പങ്ക് വഹിക്കുന്നു. സ്വകാര്യ കമ്പനികൾക്ക് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അനുമതി നൽകുന്നുണ്ട്. സർക്കാർ ഈ മേഖലയിൽ ഒരു പുതിയ മത്സരബുദ്ധിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ISROയുമായി ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ആനന്ദ് ടെക്നോളജീസ് പോലുള്ള കമ്പനികൾക്ക് ഇത് വലിയ അവസരങ്ങളാണ് തുറന്നു കൊടുക്കുന്നത്. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സാങ്കേതിക മുന്നേറ്റത്തിനും ചെലവ് കുറഞ്ഞ സേവനങ്ങൾക്കും വഴിയൊരുക്കുമെന്നതാണ് ഈ നയത്തിന് പിന്നിലുള്ള പ്രധാന ആശയം. ആനന്ദ് ടെക്നോളജീസ് ഉപഗ്രാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇൻസ്പേസിന്റെ അനുമതിയോടെ 2028 മുതൽ ഈ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. ഇതിന്റെ ആദ്യപടിയായി ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി ഏകദേശം 4 ടൺ ഭാരമുള്ള ഒരു ഭൂസ്ഥിര ഉപഗ്രഹം നിർമ്മിക്കാനാണ് ആനന്ദ് ടെക്നോളജീസ് പദ്ധതിയിടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 35,000 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ഈ ഒറ്റ ഉപഗ്രഹം ഉപയോഗിച്ച് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശത്തും ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. സാധാരണയായി രാജ്യവ്യാപകമായ സേവനങ്ങൾക്ക് ഒന്നിലധികം ഉപഗ്രഹങ്ങൾ ആവശ്യമായി വരാം. എന്നാൽ ഇവിടെ ഒറ്റ ഉപഗ്രഹം മതിയാകുമെന്നത് സാമ്പത്തികമായും സാങ്കേതികമായും വലിയ നേട്ടമാണ്. ഈ സംരംഭത്തിനായി തുടക്കത്തിൽ 3,000 കോടി രൂപ വരെ നിക്ഷേപിക്കാൻ കമ്പനി തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഒരു നാഴികക്കല്ലാണ്. ISROയുടെ സാങ്കേതിക സഹായവും തദ്ദേശീയ നിർമ്മാണ ശേഷിയും ഉപയോഗപ്പെടുത്തി ആഗോള നിലവാരമുള്ള ഉപഗ്രഹ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ആനന്ദ് ടെക്നോളജീസ് ശ്രമിക്കുന്നത്. ഇത് ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ശക്തി പകരുന്ന ഒരു നീക്കം കൂടിയാണ്. ആനന്ദ് ടെക്നോളജീസ് ഈ നീക്കം യാഥാർത്ഥ്യമാക്കിയാൽ ഇന്ത്യയുടെ ബഹിരാകാശ ആശയവിനിമയ സംവിധാനത്തിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. നിലവിൽ സ്റ്റാർലിങ്ക്, യൂട്ടൽസാറ്റ്, വൺവെബ്, ആമസോണിന്റെ കുയിപ്പർ പോലുള്ള അന്താരാഷ്ട്ര കമ്പനികളാണ് ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവന രംഗത്ത് ആഗോളതലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഈ കമ്പനികൾക്ക് നേരിട്ടുള്ള മത്സരം നൽകാൻ ആനന്ദ് ടെക്നോളജീസ് സജ്ജമാകും. തദ്ദേശീയമായ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദ് ടെക്നോളജീസിന് മറ്റ് അന്താരാഷ്ട്ര കമ്പനികളെക്കാൾ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും. ഇത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടമാകും, പ്രത്യേകിച്ചും ഇന്റർനെറ്റ് ലഭ്യത ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുന്ന ഗ്രാമീണ മേഖലകളിൽ. ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ മുഴുവൻ ഭാഗത്തും സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഉപഗ്രഹം ഉൾപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കും. ഇത് ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുന്നതിനും ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും നിർണായകമാകും. കൂടാതെ ഈ മേഖലയുടെ വളർച്ച പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും. ബഹിരാകാശ സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഡാറ്റ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരുടെ ആവശ്യം വർദ്ധിക്കും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ സാങ്കേതിക സ്വാശ്രയത്വം വർദ്ധിപ്പിക്കും. ഇത് തന്ത്രപരമായ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും. ISRO ആയിരുന്നു ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകിയപ്പോഴും ISROയുടെ പങ്ക് നിർണായകമാണ്. ആനന്ദ് ടെക്നോളജീസ് പോലുള്ള കമ്പനികൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും വൈവിധ്യവും ISRO നൽകുന്നുണ്ട്. ഈ സഹകരണം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സഹായിക്കും. ISROയ്ക്ക് കൂടുതൽ ഗവേഷണങ്ങളിലും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അവസരം നൽകും. അതേസമയം സ്വകാര്യ മേഖല വാണിജ്യപരമായ സേവനങ്ങൾ വികസിപ്പിക്കും. ISROയുടെ ദീർഘകാലമായ അനുഭവ സമ്പത്തും സാങ്കേതിക വൈവിധ്യവും സ്വകാര്യ കമ്പനികൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. ആനന്ദ് ടെക്നോളജീസിന്റെ ഈ സംരംഭം വിജയകരമായാൽ ഇന്ത്യൻ ഉപഗ്രഹ സേവന മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറിക്കും. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്കപ്പുറം ടെലിവിഷൻ പ്രക്ഷേപണം, കാലാവസ്ഥ നിരീക്ഷണം, ദുരന്ത നിവാരണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലും ഉപഗ്രഹ സേവനങ്ങൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. കൂടുതൽ സ്വകാര്യ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് മത്സരവും നവീനതയും വർദ്ധിപ്പിക്കുകയും ആത്യന്തികമായി ഉപയോക്താക്കൾക്ക് കൂടുതൽ മികച്ചതും ചെലവ് കുറഞ്ഞതുമായ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ബഹിരാകാശ സ്വകാര്യവൽക്കരണ നയത്തിന്റെ വ്യക്തമായ വിജയഗാഥയായി ആനന്ദ് ടെക്നോളജീസിന്റെ ഈ പദ്ധതി മാറും. ഇത് ലോക ഭൂപടത്തിൽ ഇന്ത്യയെ ഒരു പ്രമുഖ ബഹിരാകാശ ശക്തിയായി ഉയർത്താൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാങ്കേതിക പുരോഗതിക്കും വലിയ സംഭാവനകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഒരു നിർണായക ചുവടുവയ്പായിരിക്കും ഇത്.